Hi friends, me myself Adra. Today we are going to deal with On the Rule of the Road by A.G. Gardiner. Okay, then Alfred George Gardner. Okay, and On the Rule of the Road by A.G. Gardner. Before going to the essay, as usual, we need to know something about whom A.G. Gardner. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് A.G. ഗാർഡനറെ കുറിച്ച് നോക്കാം. ഓക്കെ, A.G. ഗാർഡനർ ഓർ ആൽഫ്രഡ് ജോർജ് ഗാർഡനർ. Alfred George Gardner 1946. Okay, when he born 1865, died in 1946. Okay, then about him, he was basically a journalist and also a biographer, an essayist. We can consider him as one of the famous essayists in 20th century. അപ്പോൾ 20th century essayisറ്റിലെ ഒരു ഫേമസ് ആളായിരുന്നു ആര്? നമ്മുടെ A.G. Gardner, ആൽഫ്രഡ് ജോർജ് ഗാർഡനർ. ദെൻ ഹി ഹാസ് എ പെൻ നെയിം ഓർ സ്യൂഡോണിം. അദ്ദേഹത്തിന് ഒരു പെൻ നെയിം അല്ലെങ്കിൽ ഒരു സ്യൂഡോണിം ഉണ്ടായിരുന്നു. വാട്ട് ഇസ് ദാറ്റ്? ആൽഫ ഓഫ് ദ പ്ലോ. ഓക്കെ, ഹി ഹാസ് എ സ്യൂഡോണിം. വാട്ട് ഇസ് ദാറ്റ്? ആൽഫ ഓഫ് ദ പ്ലോ. ആൽഫ of the plow. Alpha of the he has a pen name or a pseudonym. What is that? Alpha of the plow. That is a pseudonym. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ pseudonym. എന്താണ്? Alpha of the plow. And he was born in 1865 and died in 1946. Okay, that's clear for you. And his full name Alfred George Gardner and his pen name Alpha of the plow. Okay, then what about his essays? His essays give a civic sense. ഒരു സിവിക് സെൻസ് നമുക്കൊരു പൗരത്വ ബോധം തരുന്ന എസ്സേസ് ആണ്. ആൻഡ് ഹി ഓൾവേസ് ടേക്സ് ഇവൻറ്റ്സ് ഫ്രം അവർ സോഷ്യൽ ലൈഫ്. നമ്മുടെ സോഷ്യൽ ലൈഫ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നിന്നുള്ള ഇവൻറ്റ്സാണ് അദ്ദേഹം എന്താണ് എക്സാമ്പിൾസ് ആയിട്ട് എടുത്തിട്ട് അതിലൂടെയാണ് അദ്ദേഹം നമുക്ക് എങ്ങനെ ഒരു സോഷ്യൽ ലൈഫ് ലീഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് എന്താണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. സോ ഹി ഡിസ്ക്രൈബ്സ് ദ ഫാക്ട്സ് ത്രൂ ഇവൻറ്റ്സ് ഫ്രം ബൈ ടേക്കിംഗ് ഇവൻറ്റ്സ് ഫ്രം അവർ ലൈഫ്. അല്ല, ഡെയിലി ലൈഫിൽ നിന്നുള്ള ഇവൻറ്റ്സ് എടുത്തിട്ടാണ് അദ്ദേഹം എന്താണ് ഫാക്ട്സ് അല്ലെങ്കിൽ എന്താണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് നമുക്ക് പറഞ്ഞു തരുന്നത് ത്രൂ ഹിസ് എസ്സേസ്. His essays gives us an idea about how we want to behave in our society, or how we want to consider others and how we want to consider others' rights and liberty before thinking of our പേഴ്സണൽ ലിബർട്ടി. ഓക്കെ, നമ്മുടെ പേഴ്സണൽ ലിബർട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്താണ് മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കണം. ഹൗ യു ക്യാൻ ബി എ ബെറ്റർ ഹ്യൂമൻ ബീയിങ് ഇൻ അവർ വേൾഡ്. അല്ലേ, നമ്മുടെ ഈ വേൾഡിൽ നമുക്ക് എങ്ങനെ ഒരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആവാം, ഇങ്ങനെയുള്ള ഐഡിയാസാണ് അദ്ദേഹത്തിൻ്റെ എസ്സേസിലൂടെ നമുക്ക് തരുന്നത്. ദെൻ ഹിസ് എസ്സേസ് ആസ് ലൈക്ക് ലാമ്പ്. ഒരു ലാമ്പിനെ പോലെ ലാമ്പ് ആരാന്നറിയാമല്ലോ, ചാൾസ് ലാമ്പ്. ഓക്കെ, ദിസ് ലൈക്ക് ദ എസ്സേസ് ഓഫ് ചാൾസ് ലാമ്പ്. ഹിസ് എസ്സേസ് ആൾസോ ഹാവ് ദാറ്റ് personal elements. Okay, personal elements are also there in his essays. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എസ്സേസിൻ്റെ ക്വാളിറ്റീസ് ആയിട്ട് പറഞ്ഞത്? ഒരു സിവിക് സെൻസ് തരുന്നു അല്ലേ. ആൻഡ് സോഷ്യൽ തീംസാണ്, സാമൂഹ്യപരമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ എന്താണ് സോഷ്യലി റെലവൻറ്റ് തീംസാണ്. ഗിവ്സ് us an idea about how we want to behave in our society and how we can be a better social being rather than an individual being. We can consider it as it makes us gives us a transformation from that individual being to a social being. It's a transformation from individualism to socialism. ഒരു ഇൻഡിവിജ്വലിസത്തിൽ നിന്ന് സോഷ്യലിസത്തിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനാണ് അദ്ദേഹത്തിൻ്റെ എസ്സേസ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ദെൻ വി തിങ്ക് അബൌട്ട് ദ സൊസൈറ്റി ടു. അല്ല, നമ്മുടെ ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ കുറിച്ച് ചിന്തിക്കുന്നതിനുപരി നമ്മളൊരു സോഷ്യലി എന്താണ് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് സാമൂഹ്യപരമായിട്ട് ചിന്തിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ എസ്സേസ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് പൊളിറ്റിക്കലി റെലവൻറ്റ് ടു. അദ്ദേഹത്തിൻ്റെ എസ്സേസ് പൊളിറ്റിക്കലി റെലവൻ്റ് ആണ്. ദെൻ what about his essays? It gives a civic sense. Okay, then it has some personal elements. Personal elements are there, and he always takes examples from our social or our personal or events from our casual life. നമ്മുടെ കാഷ്വൽ ലൈഫ് ഈവൻറ്റ്സ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എസ്സേസിൽ ഉപയോഗിക്കുന്നത്. Then what about his publications of essays, important publications of essays?
It's now about his important publications. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് പബ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? Pebbles on the shore, leaves in the wind, wind falls, many furrows. Okay, then pebbles on the shore, leaves in the wind, wind falls, many furrows. Okay, the present extract is from leaves in the wind. Present extract means what? On the rule of the road. Okay, this is extract is from what publication? Which publications? Which publication? Leaves in the wind. Okay, this present extract is from leaves in the wind. അപ്പോൾ ഈ essay ഏതിൽ നിന്നെടുത്താണ്? ലീവ്സ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന ആ ഒരു എന്താണ് പബ്ലിക്കേഷൻ, ഒരു കളക്ഷൻ ഓഫ് എസ്സേസിൽ നിന്നുള്ളതാണ് ഏത്? ഓൺ ദ റൂൾ ഓഫ് ദ റോഡ് ബൈ A.J. ഗാർഡനർ. ഓക്കെ, അത്രയും ക്ലിയർ ആയല്ലോ. അദ്ദേഹത്തിൻ്റെ എന്താണ് ദ വേ ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹി ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു സൊസൈറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. ദെൻ ഹി വാണ്ട്സ് ടു മേക്ക് എ സോഷ്യൽ ബീയിങ്സ് റാദർ ദാൻ ഇൻഡിവിജ്വൽ ബീയിങ്സ്. അല്ല, ഒരു ഇൻഡിവിജ്വൽ ബീയിങ്സ് ആയിട്ട് നമ്മളെ മാറ്റുകയല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. വി നീഡ് ടു കൺസിഡർ അവർ സൊസൈറ്റി ആൻഡ് വി നീഡ് ടു കൺസിഡർ അതേഴ്സ് ടു. അല്ലേ, വെൻ വി തിങ്ക് അബൌട്ട് അവർ ലൈഫ് വി നീഡ് ടു തിങ്ക് അബൌട്ട് ദ ലൈഫ് ഓഫ് അതേഴ്സ് ടു. അല്ലേ, വി ഡു നോട്ട് വാണ്ട് ടു കട്ടൈൽ ദ എന്താണ് റൈറ്റ്സ് ഓഫ് അതേഴ്സ്, എന്താണ് ടു പ്രിസർവ് അവർ റൈറ്റ്സ്. അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ്സ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ലൈഫ് കട്ടൈൽ ചെയ്യുന്നത് ശരിയാണോ? അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല 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 പാഠങ്ങളാണ് അദ്ദേഹത്തിൻ്റെ എസ്സേസിലൂടെ നമുക്ക് തരുന്നത്. ഓക്കെ, ഇറ്റ് ഗീവ്സ് എ സിവിക് സെൻസ് ആൻഡ് സോഷ്യൽ സെൻസ് ആൻഡ് വി ക്യാൻ പൊളിറ്റിക്കൽ സെൻസ് അങ്ങനെയൊക്കെ നമുക്ക് പറയാമെന്ന് പറയുന്നത്. ഇറ്റ് ഗീവ്സ് ഒരു എന്താണ് ഒരു ബെറ്റർ സിറ്റിസൺ ആവാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്താണ് ദെൻ വൈ യു വാണ്ട് ടു ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നുള്ളൊരു ഐഡിയ അദ്ദേഹം തരുന്നുണ്ട്. ഇൻ ദിസ് എസ്സേ this essay begins by describing a stout lady. ഒരു സ്റ്റൗട്ട് ലേഡിയെ ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് ഈ essay സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷീ വർക്ക്സ് ത്രൂ ദ മിഡിൽ ഓഫ് ദ റോഡ്. അല്ലേ, റോഡിൻ്റെ മിഡിലൂടെയാണ് അവർ നടക്കുന്നത്. വിത്തൗട്ട് കെയറിങ് അതേഴ്സ്. അല്ലെ, മറ്റുള്ളവരൊന്നും ശ്രദ്ധിക്കാതെ ഒരു ബിസി സ്ട്രീറ്റ് ആണ്. അവരെന്താ ചെയ്യുന്നത്? ആ ബിസി സ്ട്രീറ്റിൽ റോഡിന് നടുക്കിലൂടെ നടക്കുവാണ്. സോ തിങ്ക് അബൌട്ട് ദ ക്യാബ് ഡ്രൈവേഴ്സ്. ഓക്കെ, ക്യാബ് ഡ്രൈവേഴ്സിനെ കുറിച്ച് ചിന്തിക്കുക. അവരെന്താണ്? ഇൻ ദിസ് ടൈം ദേ ആർ ഇൻ അട്ടർ കൺഫ്യൂഷൻ. അല്ല, ആ സമയത്ത് അവരെന്താണ് അട്ടർ കൺഫ്യൂഷനായിരിക്കും. ഈ സ്ത്രീ നടക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല. ആകെപ്പാടെ അതൊരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനാണ്. ദെൻ someone says to her that don't ടേക്ക് ഇറ്റ് ആസ് യുവർ പാത്ത്. ദർ ഇസ് എ ഫുട് പാത്ത് ഫോർ യു. അല്ലേ, ഫുട്പാത്ത് ഉണ്ട്, അവിടെ കൂടെ നടക്കൂ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ലേഡി പറയുന്നത് എന്താണ്? ടുഡേ വി ഹാവ് ലിബർട്ടി. അല്ലെ, ഇപ്പം ഇന്ന് ഞങ്ങൾക്ക് ലിബർട്ടി ഉണ്ട്, സോ എനിക്കറിയാം എവിടെ കൂടെ നടക്കുന്നു, എനിക്കിഷ്ടമുള്ളിടത്തോട് നടക്കും എന്നുള്ളൊരു മറുപടിയാണ് അവർ തരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? അവിടെ അവർക്ക് ലിബർട്ടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ലിബർട്ടി എന്താ ചെയ്യുന്നത്? ഇറ്റ് കട്ടൈലിങ് ദ അല്ലെങ്കിൽ എന്താണ് ഇറ്റ് റെസ്ട്രിക്റ്റഡ് ദ ലിബർട്ടി ഓഫ് അതേഴ്സ്. അല്ലെങ്കിൽ എന്താണ് ഇറ്റ് അഫക്ട്സ് ദ ലിബർട്ടി ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ലിബർട്ടി അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അല്ല, അവരുടെ ലിബർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് അവർ ഇങ്ങനെ തോന്നിവാസം പോലെ റോഡിൽ നടന്നാൽ എന്താ പ്രശ്നം എന്ന് പറയുന്നത്? ഒരു കോംപ്ലിക്കേഷനിലോട്ട് അത് നയിക്കുക. അല്ലെങ്കിൽ എന്താണ് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലൂടെയാണ് അത് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും അവർക്ക് ലിബർട്ടി ഉണ്ടെന്നും പറഞ്ഞിട്ട് അവരുടെ തോന്നിയവാസം പോലെ അല്ലെങ്കിൽ എന്താണ് അവരുടേതായിട്ടുള്ള രീതിയിൽ വി ഹാവ് ലിബർട്ടി, വി ക്യാൻ ഡു എനിത്തിങ് എന്നുള്ള രീതിയിൽ ചെയ്താൽ എന്താണ് അതൊരു സോഷ്യൽ അനാർക്കിയിലോട്ട് നയിക്കും എന്നാണ് അദ്ദേഹം ഈ ഒരു എസ്സേയിലൂടെ പറയുന്നത്. നമുക്ക് എസ്സേയിലോട്ട് പോവാം. അല്ലേ, എസ്സേ ഞാൻ വായിച്ച് പറഞ്ഞുതരാം. ഓക്കെ, ഐ തിങ്ക് ഓൾ ഓഫ് യു ഹാവ് ദ എസ്സേ വിത്ത് യു. ഇപ്പം എല്ലാവരുടെ കയ്യിൽ എസ്സേ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, the essay? Okay, just look. Okay, On the Rule of the Road by A.J. Gardiner. There was a jolly story which Mr. Arthur Ransom told the other day in one of his messages from Petrograd. A stout old lady was walking with her basket down the middle of the street in Petrograd, to the great confusion of the traffic and with no small peril to herself. It was pointed out to her that the pavement was the place for foot passengers, but she replied, "I am going to walk where I like. We have got liberty now." It didn't occur to the dear old lady that if liberty entitled the foot passenger to walk down the middle of the road, it is also entitled the cab driver to drive on the pavement, and then the end of such liberty would be universal chaos. Everybody would be getting in everybody else's way and nobody would get anywhere. Individual liberty would have become social anarchy. Okay, he begins the essay as usual. ഞാനിത് പറഞ്ഞതാണ് എന്താണ് ഒരു സ്റ്റൗട്ട് ലേഡിയുടെ കാര്യം പറഞ്ഞിട്ടാണ് എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതവിടെ റിപ്പീറ്റേഷനും വേണ്ട. എന്താ ചെയ്യുന്നത് അവർ? എന്താണ് ഷീ
അത് ഇവിടെ നമ്മൾ പറയുന്നത് പെട്രോഗ്രാഡ് സ്ട്രീറ്റിനെ കുറിച്ചാണ്. അത് എന്താണ് റഷ്യയിലുള്ള ഒരു എന്താണ് ബിസി സ്ട്രീറ്റ് ആണ്. ഓക്കെ, എനിവേ എന്താണ് ഷീ വാക്സ് എന്താണ് in the middle of the road. Okay, and she replied to the others that എന്താണ് we have liberty now. So എന്താണ് എന്താ പറയുക, ഐ ആം ഗോയിങ് ടു വോക്ക് വെയർ ഐ ലൈക്ക്, അല്ലെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തോടെ നടക്കും, നമുക്കിപ്പോൾ ലിബർട്ടി ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഇഫ് ഷീ ഹാസ് ദ റൈറ്റ് ടു എന്താണ് മൂവ് ത്രൂ ദാറ്റ് through the middle of the road, then a cab driver has the liberty to move through the അല്ലെങ്കിൽ എന്താണ് move through the എന്താണ് ഫുട്പാത്ത് അല്ലെങ്കിൽ എന്താണ് പേയ്മെൻറ്റ്. ആ പേയ്മെൻറ്റിലൂടെ എന്താണ് ഈ നമ്മുടെ സാധാരണ എന്താണ് കാൽനടക്കാർക്കുള്ള സ്ഥലം ഏതാണ്? ഫുട്പാത്താണ് അല്ലേ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കവിടെ പേയ്മെൻ്റ് എന്ന് പറയാം. അപ്പോൾ ഈ ക്യാബ് ഡ്രൈവേഴ്സ് എന്താണ് പേയ്മെൻറ്റിലൂടെ പോകാനുള്ള അധികാരം ക്യാബ് ഡ്രൈവേഴ്സിനും ഉണ്ട്. ഇവർക്ക് എന്താ നടക്കൂടെ നടക്കാമെങ്കിൽ അവർക്ക് എന്താണ് പേയ്മെൻറ്റിലൂടെ മൂവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇറ്റ് വിൽ മേക്ക് എ അട്ടർ കൺഫ്യൂഷൻ ടു അതേഴ്സ്. അല്ല മറ്റുള്ളവർക്ക് ഒരു കൺഫ്യൂഷൻ ആകും. കുറേ പേര് എന്താണ് റോഡിന് നടക്കൂടെ നടക്കുന്നു, കുറേ പേര് പേയ്മെൻറ്റിലൂടെ എന്താണ് വണ്ടി ഓടിക്കുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇറ്റ് വിൽ മേക്ക് എന്താണ് അറ്റർ കൺഫ്യൂഷൻ, ലീഡ് ടു എ സോഷ്യൽ അനാർക്കി, അല്ലേ സോഷ്യൽ അനാർക്കി, ഇറ്റ് വിൽ ലീഡ് ടു എ സോഷ്യൽ അനാർക്കി. അപ്പോൾ എന്താണ് നമ്മൾ നമ്മുടെ ഇൻഡിവിജ്വൽ റൈറ്റ്, എനിക്ക് റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തും ചെയ്യാവുന്നതല്ല. നമ്മളൊരു എന്താണ് ആസ് എ സോഷ്യൽ ബീയിങ് നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു കൺസിഡർ അതേഴ്സ് ടു. നമ്മൾ മറ്റുള്ളവരെയും കൺസിഡർ ചെയ്യണം. വെൻ വി തിങ്ക് അബൌട്ട് അവർ ലിബർട്ടി, നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താണ് മറ്റുള്ളവരെക്കുറിച്ചും ചിന്തിക്കണം. അതാണ് അദ്ദേഹം പറയുന്നത്. ഈ സ്റ്റൗട്ട് ലേഡിക്ക് ഇവിടെ കൂടെ നടക്കാനുള്ള, അതായത് റോഡിൽ നിന്ന് നടുക്കൂടെ നടക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ ഒരു എന്താണ് പേയ്മെൻറ്റിൽ കൂടെ വണ്ടി ഓടിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഒരു ക്യാബ് ഡ്രൈവറിനും ഉണ്ട്. അപ്പം ഇങ്ങനെ എന്താണ് എല്ലാവരും അവരുടെ എന്താണ് ഇൻഡിവിജ്വൽ ലിബർട്ടി എന്നുള്ള ഒരു തെറ്റായ രീതിയിൽ എടുത്തിട്ട് എനിക്ക് ലിബർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് if they move against the law, ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് റോഡിൽ അല്ലേ. അപ്പോൾ അതിന് എഗനസ്റ്റ് പോവുകയാണെങ്കിൽ എന്താണ് ഇറ്റ് വിൽ ലീഡ് ടു എ സോഷ്യൽ അനാർക്കി, അല്ലേ. ഇഫ് സംവൺ മൂവ്സ് അഗൈൻസ്റ്റ് എന്താണ് അതേഴ്സ് ലിബർട്ടി, then it will lead to a social anarchy. അതായത് we want to എന്താണ് by the way of preserving our rights, if we move against others' rights, then it will lead to a social anarchy. Or on the other hand we can say that to preserve അല്ലെങ്കിൽ എന്താണ് to satisfy our liberty, if we want to curtail the rights or liberty of others, then it will lead to a social anarchy. നമുക്ക് റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അതെന്താണ് മറ്റുള്ളവരുടെ റൈറ്റ്സിനെ ഹനിക്കുന്ന രീതിയിൽ ആവരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഈ സ്റ്റൗട്ട് ലേഡിയുടെ എക്സാമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ, അതാണ് അദ്ദേഹം പറയുന്നത് അതെന്താണ് such liberty would be universal chaos. Everybody would be getting in everybody else's way and nobody would get anywhere, അല്ലേ. എല്ലാവരും എന്താണ് മറ്റുള്ളവരുടെ വഴിയിലേക്ക് എന്താണ് ഇപ്പോൾ എനിക്ക് ലിബർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ ലിബർട്ടി എന്താണ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കട്ടയിൽ ചെയ്യാൻ പോയാൽ എന്താണ് ആരും ഒരിടത്തും എത്തില്ല, അല്ലേ. ആർക്കും ഒരു ലിബർട്ടിയും കിട്ടില്ല. എന്താണ് അതെന്ന് പറയുന്ന ഒരു അട്ടർ കൺഫ്യൂഷനിലേക്ക് അല്ലെങ്കിൽ ഒരു അനാർക്കിയിലേക്ക് നയിക്കുകയേ ഉള്ളൂ. ദെൻ individual liberty would have become social anarchy. അങ്ങനെയാണെങ്കിൽ എന്താണ് in such cases individual liberty that leads to social anarchy. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ എന്താണ് ഇൻഡിവിജ്വൽ ലിബർട്ടി ദാറ്റ് ലീഡ്സ് ടു സോഷ്യൽ അനാർക്കി. സോ എന്താണ് സ്റ്റൗട്ട് ലേഡി ചെയ്തതുപോലെ എല്ലാ ആൾക്കാരും എനിക്ക് റൈറ്റ് ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്താണ് തോന്നിവാസം പോലെ ചെയ്താൽ ഇൻഡിവിജ്വൽ ലിബർട്ടി ദാറ്റ് ലീഡ്സ് ടു സോഷ്യൽ അനാർക്കി. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ എന്താണ് ഒരു എസെൻസ് ആയിട്ട് നമുക്ക് പറയാൻ എന്താണ് if we for our individual liberty that curtail the rights of others, then it will lead to social anarchy. അതായത് നമ്മുടെ ഇൻഡിവിജ്വൽ റൈറ്റ്സ് മറ്റുള്ളവരുടെ റൈറ്റ്സിനെ ഖനിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് അതിനെ അഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു സോഷ്യൽ അനാർക്കി. അങ്ങനെയാണ് ഇൻഡിവിജ്വൽ ലിബർട്ടി ഒരു സോഷ്യൽ അനാർക്കി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ ഫസ്റ്റ് പാരഗ്രാഫ്. I forgot to tell the meaning of the word peril. Peril means എന്താണ് ഡേഞ്ചർ എന്നുള്ള മീനിങ് ആണ്. പെരിൽ നോ സ്മോൾ പെരിൽ ഒരു എന്താണ് അപകടം ഉണ്ടാവുന്നുള്ള ഒരു ഭാവം ഇല്ലാതെയാണ് ആ സ്ത്രീ നാട് റോഡിൽ കൂടെ നടന്നത്. അതാണ് പെരിൽ എന്ന് പറഞ്ഞ മീനിങ് എന്താണ് ഡേഞ്ചർ എന്നുള്ള മീനിങ് ആണ്. വേറെ മീനിങ് പറയാനുള്ള വേർഡ്സ് ഒന്നുമില്ലല്ലോ, ഫെമിലിയർ വേർഡ്സ് ആണല്ലോ. സോഷ്യൽ അനാർക്കി മീൻസ് സാമൂഹിക അരാജകത്വം എന്നൊക്കെ പറയില്ലേ, അതാണ്. ഓക്കെ, ദെൻ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ്. ദർ ഇസ് എ ഡേഞ്ചർ ഓഫ് ദ there's a danger of the world getting liberty drunk in these days, like the old lady with the basket. And it is just as well as to remind ourselves of what the rule of the road means. It means that in order that the liberties of all may be preserved, the liberties of everybody must be curtailed. When the policeman say it, Picarelli
Circus. Picarelli Circus means actually it's a busy street in Western London. Western London ഒരു ബിസി സ്ട്രീറ്റ് ആണ് ഏത് പിക്കാഡല്ലി സർക്കസ് എന്ന് പറയുന്നത്. എഴുതണോ? പിക്കാഡല്ലി സർക്കസ്. Piccadilly Circus. It's actually a busy street in London. Western London ഒരു busy street ആണ് Piccadilly Circus. ഒരു എക്സാമ്പിൾ പറയാണ്, അത് വായിച്ചിട്ട് പറയാം. ഓക്കെ, listen. When the policeman say at Piccadilly Circus steps into the middle of the road and puts out his hand, he is the symbol of not of tyranny but of liberty. You may not think so. You may be in a hurry and seeing your motor car pulled up by this insolence of the office. Feel that your liberty has been outraged. How dare this fellow interfere with your free use of public highway? Then if you are reasonable person, you will reflect that if he did not incidentally there with you, he would interfere with no one. And the result would be that Piccadilly Circus would be a maelstrom that you would never cross at all. You have submitted to a curtailment of private liberty in order that you may enjoy social order, which makes your liberty a reality. Okay, here he gives another example. ഒരു എക്സാമ്പിൾ പറയുകയാണ്. പിക്കാഡല്ലി സർക്കസ് എന്ന് പറയുന്നത് എന്താണ്? ഇംഗ്ലണ്ടിലെ അല്ലെങ്കിൽ ലണ്ടനിലെ ഒരു സ്ട്രീറ്റാണ്, ഒരു ബിസി സ്ട്രീറ്റാണ്. ഓക്കെ, ദെൻ ഒരു ഹൈ ട്രാഫിക്കൊക്കെ ഉള്ളൊരു ഏരിയ. ഒരു ട്രാഫിക് പോലീസ്മാൻ വന്നിട്ട് എന്താണ് നമ്മളേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം കൺട്രോൾ ചെയ്യുന്നുണ്ട്, നമ്മൾ തടഞ്ഞു നിർത്തുന്നുണ്ട് അല്ലേ. ഈ ഒരു ബിസി സ്ട്രീറ്റ് നമ്മൾ യൂഷ്വലി കാണുന്ന കാര്യമാണ്. ദെൻ വി തിങ്ക് ദാറ്റ് എന്താണ് ഹീസ് കട്ടെയിലിങ് അവർ റൈറ്റ്സ് അല്ലേ, നമ്മുടെ റൈറ്റ്സിനെയൊക്കെ കട്ടെയിൽ ചെയ്യാണ്. ഹൗ ഡെയർ ഹിം ടു എന്താണ് പ്രിവെൻറ്റ് അസ് ഫ്രം റൈറ്റ്സ്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു വി ഹാവ് ദ റൈറ്റ് ടു മൂവ് ത്രൂ ദ പബ്ലിക് ഹൈവേസ് അല്ല, ഇത് പൊതുവായിട്ടുള്ളൊരു പബ്ലിക് ഹൈവേ ആണ്, അപ്പോൾ അതിലൂടെ മൂവ് ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ദെൻ ഹൗ ഹീ എന്താണ് ഡെയർ ടു ഡു ദിസ് എന്നൊക്കെ എല്ലാവരും വിചാരിക്കും. ബിക്കോസ് എന്താണ് വി ആർ ഇൻ ഹറി, നമുക്ക് എന്താണ് ഭയങ്കര തിരക്കാണ്, എന്താണ് എല്ലാവർക്കും തിരക്കുകളുണ്ട്, എന്താണ് പെട്ടെന്ന് എവിടെയെങ്കിലും എത്തണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ്സിനെ അദ്ദേഹം എന്താണ് ചോദ്യം ചെയ്യാണ്, ഹീ ഈസ് ക്വസ്റ്റനിങ് അവർ റൈറ്റ്സ് എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു അദ്ദേഹം പറയുകയാണെങ്കിൽ ഇവിടെ ബിസി സ്ട്രീറ്റിൽ അദ്ദേഹം എന്താണ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. വി കനോട്ട് കൺസിഡർ ഇറ്റ് ആസ് എ ടൈറണി എന്താണ് ഒരു ഏകാധിപത്യമാണെന്ന് പറയാൻ പറ്റുമോ? ഒരു ഡെസ്പോട്ടിക്കാണ് അദ്ദേഹം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഹീസ് ഡൂയിങ് ഹിസ് ഡ്യൂട്ടി. ബിക്കോസ് എന്താണ് അദ്ദേഹം എന്താണ് ആരെടുത്തപ്പം നമ്മളെന്താണ് അദ്ദേഹം തടഞ്ഞു നിർത്തുന്നു വിചാരിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് നമ്മുടെ റൈറ്റ്സ്, നമുക്ക് പോകാനുള്ള അവകാശമില്ലേ, പബ്ലിക് ഹൈവേ കൂടെ പോകാനുള്ള അവകാശം നമുക്കില്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ എന്താണ് എല്ലാവരും അങ്ങനെ വിചാരിക്കും. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് ആരെയും ക്വസ്റ്റ്യൻ ചെയ്യാനോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ എന്ന് പറയാം, ആരെയും തടഞ്ഞു നിർത്താനോ എന്താണ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു അവകാശം അദ്ദേഹത്തിന് ഇല്ലാതെയാവും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രീറ്റ് എന്താവും? ജസ്റ്റ് ലൈക്ക് എ വേൾപൂൾ എന്താണ് ഒരു വലിയ ചുഴി പോലെ ആവും എന്ന് പറഞ്ഞാൽ എന്താ ആർക്കും രക്ഷപ്പെടാൻ പറ്റാതെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇദ്ദേഹം ആരെയും കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് വാഹനങ്ങൾ അവിടെ നിന്ന് വരും ഇവിടെ നിന്ന് വരും, അവസാനം എന്ത് ചെയ്യും? ആർക്കും ഒരിടത്തും എത്താൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരും അല്ലേ. അപ്പം നമ്മളെന്താണ് ചില ലോസും എന്താണെന്ന് പറയുന്നത് നമ്മളെന്താണ് അവിടെ നമുക്കൊരു എന്താണ് ഇൻഡിവിജ്വൽ ലിബർട്ടി എന്ന് പറയുന്നത് നമ്മളവിടെ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും. ബിക്കോസ് വി നീഡ് ടു എന്താണ് മെയിൻറ്റെയിൻ ദാറ്റ് സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്താണ് ഇൻഡിവിജ്വൽ ലിബർട്ടി അവിടെ നമ്മളെന്താണ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും. അതാണ് അദ്ദേഹം പറയുന്നത്. വി നീഡ് ടു റെസ്ട്രിക്റ്റ് അവർ ഇൻഡിവിജ്വൽ ലിബർട്ടി ആസ് എ മീൻസ് ടു മെയിൻറ്റെയിൻ എ സോഷ്യൽ ഓർഡർ. ഒരു സോഷ്യൽ ലിബർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു സോഷ്യൽ ഓർഡറിന് വേണ്ടിയിട്ട് നമ്മളെന്താണ് അവിടെ നമ്മുടെ ഇൻഡിവിജ്വൽ ലിബർട്ടി നമ്മളൊന്ന് കർട്ടൈൽ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും. അതെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ എന്താണ് നമ്മുടെ ഒരു ലിബർട്ടി, ഇറ്റ്സ് നോട്ട് അഗൈൻസ്റ്റ് അവർ ഇൻഡിവിജ്വൽ ലിബർട്ടി ഓർ ഫ്രീഡം. നമുക്ക് നമ്മുടെ ഫ്രീഡത്തിനോ ഇൻഡിവിജ്വൽ ലിബർട്ടിക്കോ അഗൈൻസ്റ്റ് അല്ല. അതൊരു ഫാക്റ്റാണ്. ഇറ്റ്സ് എ ഫാക്ട്. വി നീഡ് ടു എന്താണ് ഒബേ ദിസ്. നമ്മൾ അതിനെ ഒബേ ചെയ്യണം. വി നീഡ് ടു കൺസിഡർ അതേഴ്സ് ടു അല്ലേ. അപ്പോൾ നമ്മുടെ ലിബർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് തോന്നിവാസം പോലെ നടന്നാൽ എന്താണ് എല്ലാവരും തോന്നിയത്. അപ്പോൾ നമ്മൾ ചില ലോസ് നമ്മൾ എന്ത് ചെയ്യണം? ഒബേ ചെയ്യണം. ഇറ്റ്സ് എന്താണ് പാർട്ട് ഓഫ് അവർ ലൈഫ്, പാർട്ട് ഓഫ് അവർ സോഷ്യൽ ലൈഫ്. എന്നുവെച്ചാൽ എന്താണ് ടു മെയിൻറ്റെയിൻ ദാറ്റ് സോഷ്യൽ ഓർഡർ വി നീഡ് ടു ഒബേ ദാറ്റ് തിങ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സെക്കൻഡ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് എന്താണ് ഒബേയിങ് സർട്ടൻ റൂൾസ് ടു മെയിൻറ്റെയിൻ എന്താണ് സർട്ടൻ സോഷ്യൽ ഓർഡർ. അപ്പോൾ ആ ടൈമിൽ എന്താണ് വി നീഡ് ടു എന്താണ് കട്ടയില്ല ഒരു റെസ്ട്രിക്റ്റ് അവർ
എന്താണ് ഇൻഡിവിജ്വൽ ലിബർട്ടി ടു മെയിൻറ്റെയിൻ ദാറ്റ് സോഷ്യൽ ഓർഡർ. അവിടെ നമ്മൾ എന്താണ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിബർട്ടി നമ്മളവിടെ എന്താണ് ജസ്റ്റ് ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും, ബിക്കോസ് വി നീഡ് ടു ദാറ്റ് മെയിൻറ്റെയിൻ ദാറ്റ് സോഷ്യൽ ഓർഡർ. അപ്പോൾ ഇവിടെ ഒരു പോലീസ്മാൻ എന്ന് പറയുന്നത് ഈസ് നോട്ട് എ സിമ്പിൾ ഓഫ് ടെറണി, ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് സോഷ്യൽ ലിബർട്ടി ഓർ സോഷ്യൽ ഓർഡറിൻ്റെ ഒരു സിമ്പിളാണ് ആര്, ഈ പോലീസ്മാൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ സെക്കൻഡ് പാരഗ്രാഫ് മനസ്സിലായല്ലോ. അവിടെ മീനിങ് പറയാൻ വേണ്ടിയിട്ട് കർട്ടൈൽഡ് മീൻസ് റെസ്ട്രിക്റ്റഡ് എന്നുള്ള മീനിങ് ആണ്. ടെറനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകാധിപത്യം, ഡെസ്പോട്ടിസം എന്നൊക്കെ പറയില്ല, അതാണ്. ദെൻ ഇൻസോളൻസ് എന്ന് പറഞ്ഞാൽ റൂഡ്നെസ് എന്ന് പറയില്ലേ. ഇപ്പം നമ്മളിപ്പോൾ പോലീസുകാരൻ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പറയും ഹീസ് ഇൻസോളൻറ്റ് ടു അസ് എന്നല്ല, നമ്മൾ റൂഡ് ടു അസ് എന്ന് പറയും. റൂഡ് എന്നുള്ള മീനിങ് ആണ്. പരുക്കനാണ്, അദ്ദേഹം പരുക്കനായിട്ട് പെരുമാറുന്നതല്ല, ഇറ്റ്സ് ഈസ് ഡ്യൂട്ടി അല്ലേ. അപ്പോൾ ഒരു പ്രോപ്പർ എന്താണ് മെയിൻറ്റെയിനിങ് ഓഫ് ദാറ്റ് സോഷ്യൽ ഓർഡർ ഇറ്റ്സ് നെസസറി, അത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അല്ലേ. മനസ്സിലായോ രണ്ട് പാരഗ്രാഫ്? നെക്സ്റ്റ് പാരഗ്രാഫ്. Okay. Shall we move to the next one? Okay, next third paragraph ആണ്. Liberty is not a personal affair only. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇടയ്ക്കൊന്ന് ഇൻ്റർഫിയർ ചെയ്യുകയാണ്. എസ് ഫസ്റ്റ് വായിച്ചിട്ട് ക്ലാസ് കാണാം കേട്ടോ. Liberty is not a personal affair only but a social contract. It is an accommodation of interests. Okay. Liberty is not a personal affair only, it's a social contract. ഒരു സോഷ്യൽ എഗ്രിമെൻ്റ് ആണ് ലിബർട്ടി എന്ന് പറയുന്നത് അല്ലേ. It is not a personal affair, not only a personal affair. Okay. Then if it is about our interests, നമ്മുടെ എന്താണ് ഒരു പേഴ്സണലായിട്ടുള്ള ഇൻട്രസ്റ്റുകളാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഞാനത് വായിച്ചിട്ട് പറയുന്നതാണ് നല്ലത്. ഇൻ മാറ്റേഴ്സ് വിച്ച് ഡു നോട്ട് ടച്ച് എനിബഡീസ് എൽസ് ലിബർട്ടി ഓഫ് കോഴ്സ് ഐ മേ ബി ആസ് ഫ്രീ ആസ് ഐ ലൈക്ക്. അതായത് അത് പറയുന്നതെന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് കംപ്ലീറ്റ് ആയില്ല, ഞാൻ ഇടയ്ക്കൊന്ന് പറയാം. അതായത് ഓക്കെ, വി ഹാവ് സം പേഴ്സണൽ ഇൻട്രസ്റ്റ്സ്, ഇറ്റ് ഡസൻറ്റ് അഫക്റ്റ് അതേഴ്സ് അല്ലേ. മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള നമുക്ക് ചില പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ. എനിക്ക് രാവിലെ എന്താണ് ഉച്ചയ്ക്ക് എനിക്കിഷ്ടം എന്ന് പറയുന്നത് എന്താണ് ചോറ് കഴിക്കാനല്ല ബിരിയാണി കഴിക്കാനാണെന്ന് വിചാരിക്കും. അപ്പോൾ അത് വേറൊരാൾക്കൊരു പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പോൾ ചില ആൾക്കാരൊക്കെ അതിനെ കളിയാക്കുമായിരിക്കും. അതെന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് വേറൊരു രീതിയിൽ ഏത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത് എനിക്ക് ചിലപ്പോൾ എന്താണ് സാരി ആയിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ എന്താണ് ജീൻസും എന്താണ് ടോപ്പും ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് വേറൊരാളെ എന്താണ് ഇൻ്റർഫിയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? അതൊക്കെ നമ്മുടെ പേഴ്സണൽ ലിബർട്ടിയാണ്, അതൊക്കെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാം അല്ലേ. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ദാറ്റ് റിലേറ്റഡ് ടു അവർ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആൻഡ് ഇറ്റ് ഡസൻറ്റ് അഫക്റ്റ് അതേഴ്സ്. മറ്റുള്ളവരെ ലിബർട്ടി അഫക്റ്റ് ചെയ്യുന്നോ കട്ടയിൽ ചെയ്യുന്നോ ഒന്നും അല്ല. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് റിലേറ്റഡ് ടു ദ അക്കമഡേഷൻ ഓഫ് അവർ പേഴ്സണൽ ഇൻട്രസ്റ്റസ് അല്ല, നമ്മുടെ എന്താണ് പേഴ്സണൽ ഇൻട്രസ്റ്റിൻ്റെ ഒരു അക്കമഡേഷനാണ്. അതെന്ന് പറയുന്നത് നെവർ അഫക്ട്സ് അതേഴ്സ്, മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ്. ബാക്കി ഞാൻ നോക്കാം. അപ്പം അങ്ങനെയുള്ളതെന്ന് പറയുന്നത് വി ആർ ഫ്രീ ടു ഡു ദിറ്റ്, വി ആർ ഫ്രീ ടു ഡു ദാറ്റ്. അതൊക്കെ ചെയ്യാൻ നമുക്ക് എന്താണ് ആരുടെ എന്താണ് അനുവാദം ചോദിക്കേണ്ട, അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവരുടെ റൈറ്റ്സിനെ ഖനിക്കുന്നോ ഒന്നും അല്ലാതെ. അപ്പോൾ അങ്ങനെ അടിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ലിബർട്ടി ഈസ് ദെയർ ഫോർ us. If I choose to go down the strand in dressing gown and with long hair and bare feet, who shall say me nay? Nay means no. You have liberty to laugh at me, but I have liberty to indifferent to you. And if I have fancy of dyeing any hair or waxing my mustache, അതായത് ഞാൻ പറയുകയാണ്, ഒരു സ്ട്രാൻഡ് മീൻസ് എന്താണ്, ഇറ്റ്സ് എ പ്ലേസ് ആക്ച്വലി, ഇറ്റ്സ് പ്ലേസ് ഇൻ ലണ്ടൻ. ലണ്ടനിലെ ഒരു പ്ലേസ് ആണ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ ഐ ഹാവ് ദാറ്റ് റൈറ്റ് ടു എന്താണ് വാക്ക് എന്താണ് ബൈ ഡ്രസ്സിങ് എന്താണ് ഒരു ലോങ് ഗൗണും ഒക്കെ ഇട്ടിട്ട് എന്താണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഹെയർ ഡൈ ചെയ്യാനുള്ള അവകാശമുണ്ട് അല്ലേ. മുടിയിൽ കളർ ചെയ്യുന്നതും കളർ ചെയ്യാതിരിക്കുന്നതും ഡൈ അടിക്കുന്നതും എന്താണ് അടിക്കാതിരിക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. അപ്പോൾ അത് ചിലപ്പോൾ ചില ആൾക്കാർ എന്താണ് അതൊക്കെ കണ്ടുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തെ കളിയാക്കുമായിരിക്കാം, നമുക്ക് ഗൗണിൽ അപ്പിയർ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ സമ്മൺ മേ എന്താണ് ലവ് ഫോർ ഹിം. പക്ഷേ അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ എന്താണ് അതിന് ഒരു താല്പര്യമില്ലാതെ അതിനെ തള്ളിക്കളഞ്ഞിട്ട് എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഇഷ്ടം പോലെ ജീവിക്കുക എന്ന് പറയുന്നത് ദാറ്റ് മേ അഫക്റ്റ് അതേഴ്സ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒരു ഡ്രസ്സ് അദ്ദേഹത്തിൻ്റെ മീശ അദ്ദേഹം എന്താണ് കളയുമോ അങ്ങനെയൊക്കെ ചെയ്താൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ഓക്കെ, but you have liberty to laugh at me, but I have liberty to indifferent to you. And I have fancy for dyeing hair or waxing my mustache and or wearing a tall hat, a frock coat, sandals അദ്ദേഹത്തിനിടാം അല്ലേ, ഒരു ടോൾ ഹാറ്റ് അദ്ദേഹത്തിനിടയ്ക്കാം. or going to bed late or getting up early അല്ലേ, എന്താണ് രാത്രി താമസിച്ചുറങ്ങുന്നത് നേരത്തെ എനിക്ക് ഇതൊക്കെ നമ്മുടെ ഇൻഡിവിജ്വൽ ലിബർട്ടിയാണ്. അതെന്ന് പറയുന്നത് ഒരിക്കലും മറ്റുള്ളവരുടെ എന്താണ് റൈറ്റ്സിനെ ഹനിക്കുന്നതോ അല്ലെങ്കിൽ കട്ടയിൽ ചെയ്യുന്നതോ അല്ല. ഇതൊക്കെ തന്നെ എല്ലാവർക്കും ഉണ്ട്, ഈ റൈറ്റ്സ് ഒക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഒരു എന്താണ് ഒരു സൊസൈറ്റിയിലോട്ട് ഇറങ്ങിയിട്ട് എനിക്ക് റൈറ്റ് ഉണ്ടെന്നും പറഞ്ഞിട്ടൊരു സോഷ്യൽ ഓർഡറിനെ കട്ടയിൽ ചെയ്യുന്ന രീതിയിൽ പെരുമാറുന്നതെന്ന് പറയുന്നത് ഇറ്റ്സ്
നോട്ട് ഫെയർ അറ്റ് ഓൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. then I shall follow my fancy and ask no man's permission. അല്ലേ, നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ഈ പേഴ്സണൽ ഇൻട്രസ്റ്റുകൾ സാറ്റിസ്ഫൈ ചെയ്യാം. അവിടെ നമുക്ക് ആരുടെ പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. I shall not inquire of you whether I may eat mustard with my mutton, and you will not ask me whether you may be Protestant or Catholic, whether you may marry a dark lady or the fair lady, whether you may prefer Ella Wheeler Wilcox. Ella Wheeler Wilcox means it's actually an American writer, ഒരു അമേരിക്കൻ റൈറ്ററാണ് കേട്ടോ. ഒരു വേർഡ്സ്വർത്ത് ഓർ ഷാംപെയിൻ ടു ഷാൻഡിഗ്യാഫ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇസ് എ ബിയറാണ് അത് കേട്ടോ. 2 ബിയറിൻ്റെ കോമ്പിനേഷനാണ് ഷാംപെയിൻ ടു ഷാൻഡിഗ്യാഫ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്താണ് ഇന്ന ബിയർ കുടിക്കണം, അല്ലെങ്കിൽ എന്താണ് ഒരു ഫെയർ ലേഡിയ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ലേഡിയ കല്യാണം കഴിക്കും. ഇതൊക്കെ തന്നെ ഓരോരുത്തരുടെ എന്താണ് പേഴ്സണൽ അഫെയർസാണ്. അവിടെ നമുക്ക് വി ഹാവ് ലിബർട്ടി ടു അവർ പേഴ്സണൽ ചോയ്സസ് ടു എന്താണ് ഫോർ അവർ പേഴ്സണൽ ചോയ്സസ്, നമ്മുടെ പേഴ്സണൽ ചോയ്സസിന് അല്ലെങ്കിൽ പേഴ്സണൽ ഇൻട്രസ്റ്റ്, അതിനൊക്കെ നമുക്ക് എന്താണ് വി ഹാവ് ലിബർട്ടി. അവിടെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കേണ്ടതോ അല്ലെങ്കിൽ എന്താണ് അവരുടെ റൈറ്റ്സിന് ഒരിക്കലും അത് കട്ടയിൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ വി നെവർ വാണ്ട് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. സോ ഇൻ സച്ച് കേസസ് സം പേഴ്സണൽ അഫെയർസ് വി ഹാവ് ദാറ്റ് പേഴ്സണൽ ലിബർട്ടി ഓർ ദാറ്റ് ഇൻഡിവിജ്വൽ ലിബർട്ടി. സോ അവിടെ നമുക്ക് നമ്മുടെ ഇൻഡിവിജ്വൽ ലിബർട്ടി സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ചിലർക്ക് എന്താണ് വീലർ വിൽക്കോസിൻ്റെ എന്താണ് നോവൽസോ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സോ വായിക്കാനാണ് ഇഷ്ടം, അതെന്താണ് വാട്സപ്പ്, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലിബർട്ടി അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അക്കോമഡേറ്റ് ചെയ്യുന്ന പേഴ്സണൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എന്താണ് പേഴ്സണൽ അഫെയർസ് അല്ലെങ്കിൽ അവരുടെ നമ്മുടെ ചോയ്സസ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നമ്മുടെ ഇൻഡിവിജ്വൽ ലിബർട്ടി സാറ്റിസ്ഫൈ ചെയ്യാം. ഓക്കെ, in all this and 1,000 other details, you and I please ourselves and ask no one else leave. We have whole kingdom in which we rule alone, can do what we choose, be wise or ridiculous, harsh or easy, conventional or odd. Okay, there are thousands of things that we can decide ourselves. ഓക്കെ, നമുക്ക് ആ ഒരു വി ഹാവ് റൈറ്റ് ടു ഡു, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യം ഒരു ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇൻ അവർ പേഴ്സണൽ കിങ്ഡം ഓഫ് പേഴ്സണൽ ലിബർട്ടി. നമ്മുടെ ആ ഒരു പേഴ്സണൽ ലിബർട്ടിയുടെ രാജ്യത്ത് നമുക്ക് ഒരുപാട് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വിത്തൗട്ട് കൺസിഡറിങ് അതേഴ്സ്, അല്ലെ അതേഴ്സ് ഇൻട്രസ്റ്റ്, മറ്റുള്ളവരുടെ താല്പര്യങ്ങളോ അവരുടെ സ്വാതന്ത്ര്യം ഹരിക്കപ്പെടുന്നുണ്ടോ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലേ? Okay, but directly when we step out that kingdom of our personal liberty of action becomes qualified by others people's liberty. I might like practice on the trombone from midnight till 3 in the morning. Trombone എന്ന് പറയുന്നത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ, ആക്ച്വലി ഒരു വിൻഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. I might like to practice on trombone from midnight till 3 in the morning. If I went on the top of Helvellyn ആക്ച്വലി മൗണ്ടൻ ഒരു ഹൈ മൗണ്ടൻ ആണ്, ഒരു വലിയ മൗണ്ടൻ ആണ്. അപ്പോൾ ഒരു എന്താണ് ഇഫ് യു പ്ലേസ് ദാറ്റ് ട്രോംബോൺ ഇൻ എന്താണ് അറ്റ് ഹെവ്ലിയോണിലാണ് അദ്ദേഹം. ഹെവ്ലിയോൺ മീൻസ് എന്താണ് ഹെൽവിലിയൻ. ഓക്കെ, ഹെൽവിലിയൻ വി പ്ലേസ് ദാറ്റ് ട്രോംബോൺ അറ്റ് ഹെൽവിലിയൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മലയുടെ മണ്ടയിൽ ചെന്നിട്ട് വായിച്ചെന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? മേക്സ് that doesn't make any disturbance for others. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. if he plays at home, അദ്ദേഹം അത് ഹോമിലാണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ഡിസ്റ്റർബ് ഹിസ് ഫാമിലി മെമ്പേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യും. if he plays it at സ്ട്രീറ്റിലാണ് പ്ലേ ചെയ്യാമെന്ന് വിചാരിക്കാം, ഇറ്റ് വിൽ ഡിസ്റ്റർബ് ദ നൈബേഴ്സ്. അപ്പോൾ അതാണ് പറയുന്നത്, നമുക്ക് നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റുകൾ സാറ്റിസ്ഫൈ ചെയ്യാം. അതെന്ന് പറയുന്നത് ബൈ കൺസിഡറിങ് അതേഴ്സ് ലിബർട്ടി ടു. നമ്മൾ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം. മറ്റുള്ളവർക്കും നമ്മളെപ്പോലെ സ്വാതന്ത്ര്യമുണ്ടെന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലിബർട്ടി സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കിയാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അപ്പോൾ അദ്ദേഹം ആ ഒരു മലയുടെ മണ്ടയിൽ പോയി, ഒരു വലിയ എന്താണ് ആ മലയുടെ പേരെന്താണ്, ആ മൗണ്ടൻ്റെ പേരെന്താണ്, ഹെൽവിലിയൻ എന്ന് ആ ഒരു ഹൈ മൗണ്ടനാണ്. ആ ഒരു എന്താണ് മൗണ്ടിൻ്റെ മണ്ടയിൽ ചെന്ന് വായിച്ചെന്ന് പറഞ്ഞിട്ട് ആർക്കും ഒരു ഡിസ്റ്റൻസും ഇല്ല. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ആരുടെ ലിബർട്ടിയും എന്താണ് ഒരു പ്രശ്നം എന്താണ് അവിടെ ആരുടെ ഒരു സ്വാതന്ത്ര്യത്തിനും അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നമൊന്നും അവിടെ വരുന്നില്ല. പക്ഷേ നമ്മളെ വീട്ടിലാണെങ്കിൽ എന്താണ് ഫാമിലി മെമ്പേഴ്സ് കുറ്റപ്പെടുത്തും, സ്ട്രീറ്റിലാണെങ്കിൽ നൈബേഴ്സ് കുറ്റപ്പെടുത്തും. അപ്പോൾ നമ്മളെപ്പോഴും എന്താണ് ഒരു കാര്യം ചെയ്യുന്നത് നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ഒരു റൈറ്റ്സ് എന്ന് പറയുന്നത് അവിടെ നമ്മളതിനെ എന്താണ് ഒരു പേഴ്സണൽ റൈറ്റ്
അതിൻ്റെ ഒരു ഇനാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് വി നീഡ് ടു തിങ്ക് അബൌട്ട് ദ അതേഴ്സ് ലിബർട്ടി ടു എന്നാണ് പറയുന്നത്. If I went on the top of the Helvellyn to do it, I could please myself. But if do it in my bedroom, my family will object. And if I do it out in the streets, the neighbors will remind me that my liberty to blow the trombone must not interfere with their liberty to sleep in quiet. അതാണ് പറഞ്ഞത്. സ്ട്രീറ്റിൽ വെച്ചിട്ടാണ് വായിക്കുന്നതെങ്കിൽ എന്താണ്, നൈബേഴ്സ് പറയും ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങാനുള്ളതാണ്, മര്യാദയ്ക്ക് ഉറങ്ങാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്, താൻ അതും വായിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരത് പ്രശ്നം ഉണ്ടാക്കും, ഇല്ലേ? ഓക്കെ, there are a lot of people in the world and I have to accommodate my liberty to their liberties. ഓക്കെ, ഒരുപാട് ആൾക്കാരുള്ള ഒരു ലോകമാണിത്, അല്ലേ? വി നീഡ് ടു കൺസിഡർ ഓർ വി നീഡ് ടു അക്കോമഡേറ്റ് അതേഴ്സ് ലിബർട്ടി വെൻ വി തിങ്ക് അബൌട്ട് അവർ ലിബർട്ടി. നമ്മുടെ ലിബർട്ടിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ ലിബർട്ടിയെ അക്കോമഡേറ്റ് ചെയ്യാനും കൂടെ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, we are all liable to forget this, and unfortunately we are much more conscious of the imperfections of others in the respect than our own. അല്ലേ? നമ്മളെല്ലാവരും എന്താണ്, ഇതൊരു സാഹചര്യം അനുസരിച്ച് അങ്ങ് മറക്കും. നമ്മളെപ്പോഴും നമ്മളിപ്പോൾ എന്താണ് ഒരു ബസ്സിൽ കയറിയാൽ നമ്മളെന്താ, ചില ആൾക്കാരുണ്ടാണ് ഒരുപാട് ഇങ്ങനെ സംസാരിച്ചിരിക്കും, പക്ഷേ അത് വേറെ അടുത്തൊരാളിരിക്കുന്നുണ്ടെന്നോ അയാൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നോ ഒന്നും നമ്മൾ ശ്രമിക്കില്ല, ഫോണിൽ കാര്യം പറയുന്നതായിരിക്കും. അപ്പം നമ്മൾ ആ ഒരു വി നെവർ തിങ്ക് അബൌട്ട് അതേഴ്സ് വെൻ വി തിങ്ക് അബൌട്ട് അവർ ലിബർട്ടി. നമ്മുടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മൾ അവിടെ മറ്റുള്ളവരുടെ താല്പര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല. എപ്പോഴും നമ്മൾ എന്താണ്, വി നീഡ് ടു ഫൈൻഡ് ഫോൾട്ട് ഇൻ അതേഴ്സ്. മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കാനോ അവരുടെ ഇംപെർഫെക്ഷൻസ് കണ്ടുപിടിക്കാനോ ആണ് എപ്പോഴും എന്താണ് ഈ വേൾഡിലുള്ള ആൾക്കാർ, ഒട്ടുമിക്ക ആൾക്കാരും ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പാരഗ്രാഫിൽ ഇത്രയും പറഞ്ഞത് എന്താണ്, നമ്മളെന്താണ്, വി നീഡ് ടു അക്കോമഡേറ്റ് ദ ലിബർട്ടി ഓഫ് അതേഴ്സ് വെൻ വി തിങ്ക് അബൌട്ട് ദ ലിബർട്ടി ഓഫ് അസ്. നമ്മുടെ ലിബർട്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മൾ മറ്റുള്ളവരുടെ ലിബർട്ടിയെക്കുറിച്ചും ചിന്തിക്കണം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് ബാക്കിയുള്ള പാരഗ്രാഫ്സിൻ്റെ മീനിങ് നോക്കാം. ഓക്കെ, എനിവേ താങ്ക് യു. എന്താണ്, don't forget to share, like and subscribe. Anyway, I'm always thankful to you for your support, and okay, thank you.